സാർ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് നിയമസഭയിൽ ഇല്ലായിരുന്നു. ഇന്ന് സഭയിലേക്ക് കയറി വരുമ്പോ സഭാ കവാടത്തിന് മുമ്പിൽ രണ്ട് സൈഡും നല്ല മെത്ത വിരിച്ച് രണ്ടുപേർ കിടപ്പുണ്ട്. എനിക്ക് അവരോട് പറയാലോ, നിങ്ങൾ നേരെ ആദ്യം പാലക്കാട് പോയി സമരം ചെയ്യണം. ഇവിടെ അല്ല സമരം ചെയ്യണം, പാലക്കാട്. നമ്മുടെ നാട് മുഴുവൻ ഞങ്ങൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ വിഷയം ചർച്ച ചെയ്തത്. സാർ, ഇവിടെ സ്ത്രീ സമൂഹത്തിന് അപമാനകരമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്ന തലകുരിച്ചാണ് ഞങ്ങൾ അവിടെ തിരുപ്പതിയിൽ നിന്നത്. ആന്ധ്രാപ്രദേശിലെ സമ്മേളനത്തിൽ നിന്നത് ക്ഷമിക്കണം സാർ, ഒരു മാന്യ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മോശമായി. കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ ഇവിടെ പറഞ്ഞതാ, കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുക. പാലക്കാട് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സാധാരണ മേഖലയിൽ, തദ്ദേശവാസികളുടെ മേഖലയിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കാനുള്ള ശ്രമം ഈ കേരളത്തിലെ ഗവൺമെന്റ് വിജയകരമായി നടത്തി മുന്നോട്ട് പോകാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കം ബഹുമാനപ്പെട്ട അവതാരകന്റെ മണ്ഡലമാണ് മണ്ണാർക്കാടിലെ അട്ടപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവാ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് എന്താ? ഗർഭചിത്രത്തെ നിർബന്ധിക്കുകയാണ്. നാണക്കേടിലേക്ക് സാർ ഞങ്ങൾ സ്ത്രീകൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോ എനിക്ക് നാണക്കേടാണ്. ഈ കേരളത്തിലെ സ്ത്രീകൾ അത്രയേറെ അപമാനത്തോടെയാണ് ഇന്നിവിടെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഇത്തരത്തിലുള്ള മാന്യദേഹങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സമീപനം എന്താ? ഉണ്ടായ സമീപനം എന്താ? അദ്ദേഹം ഇപ്പോഴും പഴയ ജന്മിത്ത കാലഘട്ടത്ത് സംബന്ധം കൂടെ നടക്കുന്ന ആ കാര്യമാണ് നിരോധിച്ചിരിക്കുക. കേരളത്തില് പലയിടങ്ങളിലും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ അപമാനകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തെ, പ്രത്യേകിച്ചും സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനം സ്വീകരിച്ച ഒരു നടപടി നിങ്ങൾ അവിടെ പോയി സമരം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, അതുപോലെ ഇവിടെ പ്രമേയ അവതാരം പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് ആരോഗ്യ മേഖല നേടിയിട്ട നേട്ടങ്ങൾ തള്ളാണ് പോലും, തള്ളു. നോക്കൂ, നിങ്ങൾക്ക് എവിടെന്നാ ഈ വാക്ക് കിട്ടിയത്? അത് പറഞ്ഞുതരാം. ഈ തള്ളിപ്പ് കുറെ കാലമായല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കണക്കുകൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങള് ഡാറ്റ വെച്ചുകൊണ്ടുള്ള സംസാരം തന്നെയാണ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ LDF, UDF തിരിച്ച് കൃത്യമായി പറയാനുള്ള രേഖകൾ സഭയിലുണ്ട്, നിങ്ങൾക്ക് കിട്ടും, പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് നിറയെ വട്ടപൂജ്യം, കോഴിമുട്ടകളുള്ള പല പ്രദേശമുണ്ട്. ഞാൻ വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ UDF-ലെ കാലത്ത് വട്ടപൂജ്യമാണ് സാർ. LDF 2022 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചത്. 10 പേരെ വിജയകരമായി ഇതിനകം തന്നെ പൂർത്തീകരിച്ചു. ജില്ലാ ആശുപത്രികൾ, കാത്ത് ലാബുകൾ UDF-ലെ കാലത്ത് വട്ടപൂജ്യമാണ്. LDF-ന്റെ കാലത്ത് 12 എണ്ണം. ഡയാലിസിസ് സംവിധാനം ആരോഗ്യ വകുപ്പിന്റെ കീഴില് ഇപ്പോ UDF-ന്റെ സമയത്ത് 8 പേര്. LDF അധികാരത്തിൽ വന്ന ശേഷം 107 കേന്ദ്രങ്ങളാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. 2025 ഇപ്പൊ നമ്മൾ നോക്കൂ, താലൂക്ക് ആശുപത്രികളിലും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് സംവിധാനങ്ങൾ. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന കോൺസെപ്റ്റേ UDF-ന്റെ ഭാഗത്തില്ല. അവർക്ക് എല്ലാം കുടുംബം സാർ. ഇപ്പോ അന്ന് വട്ടപൂജ്യമായിരുന്നു UDF-ന്റെ കാലത്ത്. ഇന്ന് സാർ അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ LDF-ന്റെ കാലത്ത് 888 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. UDF-ന്റെ കാലത്ത് വട്ടപൂജ്യം. ഇപ്പൊ നോക്കൂ, 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ UDF-ന്റെ കാലത്ത് ഉണ്ട് നാമമാത്രം 160. പക്ഷെ ഇന്ന് 380 ഉയർന്നിരിക്കുകയാണ്. ഈ ഹെൽത്ത് സംവിധാനങ്ങളിലൂടെ കേരളത്തിൽ ആകെ മാറി. നമുക്ക് എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെൽത്തിലൂടെ രോഗവിവരങ്ങൾ അറിഞ്ഞ് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ആശുപത്രിയിൽ OP രജിസ്ട്രേഷൻ ചെയ്യുന്നവരുടെ എണ്ണം UDF-ന്റെ കാലത്ത് 8.3 കോടിയാണെങ്കിൽ സാർ ഇന്ന് അതിലിരട്ടി 13.5 കോടി LDF-ന്റെ കാലത്ത് ആളുകൾ, അതായത് ആശുപത്രികളെ, സർക്കാർ ആശുപത്രികളെ ആരും ആശ്രയിക്കുന്നില്ല എന്നാണ് ഇവിടെ നജീബ് കാന്തപുരം, മോൻസ് ജോസഫ് പ്രമേയ അവതാരകനൊക്കെ പറഞ്ഞത്. നോക്ക്, ഈ കണക്കുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഈ തള്ളല്ല, ഇതെല്ലാം പലരും മനസ്സിലാക്കിയിട്ടാണ് സാർ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മറ്റൊരു കണക്ക് ഇവിടെ പറഞ്ഞല്ലോ, വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ഔദ്യോഗിക ജേണലായിട്ടുള്ള ഗ്ലോബൽ ഹാർട്ടിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് 2021 വന്ന ഒരു ലേഖനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അവർ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹൃദ്യം എന്ന പദ്ധതിയെ സംബന്ധിച്ചാണ് സാർ. ശിശുമരണ നിരക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കണ്ട കണക്കുകൾ 2016
12 18 ആകുമ്പോഴത്തേക്കും അത് നമുക്ക് 7 5 കുറയ്ക്കാൻ കഴിഞ്ഞു. അത് ഇത്തരം പ്രത്യേകമായ പദ്ധതികൾ ലോകമെമ്പാടും സ്വീകരിക്കണം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ കണ്ട് ശ്ലാഘിച്ചു തന്നെയാണ്. അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പാവപ്പെട്ട, ആരോഗ്യം അതുപോലെ തന്നെ സാമ്പത്തികം കുറഞ്ഞ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ സ്ഥാപനമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനമാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത തള്ളുകളല്ല ഞങ്ങൾ പറയുന്നു, ലോകം നമ്മൾ അംഗീകരിക്കുമ്പോൾ അത് അവാർഡ് കിട്ടാൻ വേണ്ടി മെനയുന്നു എന്നുള്ള. നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറിച്ച്, നിങ്ങളുടെ വീടുകളിലൊക്കെ സ്ത്രീകളില്ലേ? നോക്കൂ, നമ്മൾ പറയുന്നതിലൊക്കെ നെറികേട്, ഇത്തരം നെറികേടല്ല വേണ്ടത്. ചില ന്യായങ്ങൾ ഉണ്ടാവണം, വിമർശനങ്ങൾ ഉണ്ടാവണം. വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമമാണ്. നോക്കൂ, ഒരു MP ഇവിടെ ഇല്ല, പക്ഷെ പറയാതിരിക്കാൻ കെ മുരളീധരൻ എന്താ പറഞ്ഞത്? 2 വീണമാരെ കൊണ്ട് പിണറായി ആകെ പ്രശ്നത്തിലാണെന്നാ പറയുന്നത്. ആരാ വീണ? മകളെ കൊണ്ടും അതുപോലെ തന്നെ മന്ത്രിയെ കൊണ്ടും. ഇത്ര നാണം കെട്ടൊരു അഭിപ്രായം എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? രാഷ്ട്രീയക്കാരല്ലേ? ഈ സമൂഹം കാണുന്നില്ലേ? അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ എത്ര നാവാണ്, 1000 നാവാണ് പുറത്തു വരുന്നത്. ഇത്രയേറെ മോശമായ രീതിയിൽ സമീപിക്കുന്നത് ശരിയല്ല എന്ന് ക്രിയാത്മക പ്രതിപക്ഷമേ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തെ കുറിച്ച് പറയാതിരിക്കുന്ന നിർവാഹമില്ല. ഏറ്റവും അവസാനമായി 2-3 ആഴ്ച മുമ്പ് വന്ന കണക്കാണ് ഇൻഫന്റ് മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ. ഏറ്റവും ചുരുങ്ങിയതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലും നമ്മുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുക ഇപ്പൊ ഇക്കാര്യത്തിനകത്ത്. ചെറിയ നേട്ടമല്ല, എല്ലാവരുടെയും ശ്രമമാണ്. പക്ഷേ കഴിഞ്ഞ 9-10 വർഷത്തിലേക്ക് കടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിന്റെ ശക്തമായ രേഖയാണ് ഈ നമുക്ക് നേടിയിട്ടുള്ള നേട്ടം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖല നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടോറിയൻ പാർലമെന്റിൽ മന്ത്രി വീണ ജോർജിനെ ആദരിച്ചത് 2025-ലാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം തുടർച്ചയായി 3 വർഷമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തള്ളാണോ? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? കഴിഞ്ഞ സഭയിൽ ഇതുപോലെ പറയുകയുണ്ടായി, ആരോ പണം കൊടുത്തിട്ട് അതുപോലെ തന്നെ വാർത്തകൾ മെനയാണ്, ഇത്തരത്തിൽ പ്രോംപ്റ്റ് ചെയ്യുകയാണെന്ന നിലയിലാണ് വന്നത്. അല്ല, തുടർച്ചയായി 3-ാം വർഷമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ആരോഗ്യ മേഖല അതാണ്. 20,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഈ പൊതുജനാരോഗ്യ മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു ആയുഷ്മാൻ കാർഡ് ഒരു വീട്ടിൽ എങ്കിലും ഉള്ള ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഇല്ലാത്ത ആളുകൾ ഇവിടെ ഇല്ല. സംസ്ഥാനത്തെ ആശാധര പദ്ധതിക്ക് ദേശീയ ഡിജിറ്റൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സുരക്ഷാ പദ്ധതി, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ്, ആരോഗ്യ രംഗത്തെ മികച്ച പ്രകടനം കാഴ്ച സംസ്ഥാനത്തുള്ള ഇന്ത്യ ടുഡേ അവാർഡ് നമുക്കാണ് ലഭിച്ചത്. മാതൃമരണം കുറയ്ക്കുന്നതിൽ ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റേറ്റിനുള്ള അവാർഡ്, ദേശീയ അവാർഡ് നമുക്കാണ്. ഞങ്ങൾ ഇതൊക്കെ പറയുന്ന അഭിമാനത്തോടെയാണ്. കാര്യങ്ങൾ ചെയ്തിട്ട്, ഒരുമിച്ച് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം മറയ്ക്കാനും കഴിഞ്ഞ കാലഘട്ടത്തെ ഇല്ലായ്മയെ അവരെ കേരളത്തിന്റെ പൊതുജനാരോഗ്യം ലോകത്തിന് മാതൃകയായി സ്ത്രീകളുടെയും ആരോഗ്യ രംഗത്ത് കുട്ടികളുടെയും മികച്ച കാര്യങ്ങൾ തയ്യാറാവാത്ത പ്രതിപക്ഷം അത് വാക്കുപാലിക്കാൻ ശ്രദ്ധിക്കണം.